പിതൃദോഷം ശാപതുല്യമാണ്. ദുരിത ജീവിതമാണ് പിതൃദോഷ ഫലം. ഒന്നിനു പിറകെ ഒന്നായി അസുഖങ്ങൾ വരിക, അച്ഛനമ്മമാരോട് എപ്പോഴും തർക്കമുണ്ടാകുക, പ്രത്യേകിച്ചും പിതാവിനോട്, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും വിജയിക്കാതിരിക്കുക, ബിസിനസ്സിൽ പരാജയപ്പെട്ട് പൂട്ടിക്കെട്ടുക, വീട്ടിൽ ആരുടെയെങ്കിലും അകാല മരണം ഉണ്ടാവുക, ഇവയൊക്കെയും പിതൃദോഷ ലക്ഷണങ്ങളാണ്. സ്ഥിരമായി പാമ്പിനെ സ്വപ്നം കാണുന്നതും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളും ശത്രുശല്യവും നിയമപരമായ തർക്കങ്ങളും കേസുകളും കടക്കണിയും ഒക്കെയും പിതൃദോഷ ഫലമായും വരും. ഏറ്റവും ശക്തമായ പിതൃദോഷ ഫലം വംശം ക്ഷയിക്കുക, സന്താനഭാഗ്യമില്ലായ്മ, കുട്ടികളില്ലാതെ വരിക എന്നുള്ളതാണ്. പിതൃദോഷം എങ്ങനെ ഉണ്ടാകുന്നു? മരിച്ച ബന്ധുക്കളുടെ അന്ത്യകർമ്മങ്ങൾ വിശ്വാസപ്രകാരം ചെയ്യാതിരിക്കുകയും ബലിതർപ്പണം നടത്താതിരിക്കുകയും ചെയ്താൽ പിതൃദോഷം ഉറപ്പായും ഉണ്ടാകും. ജ്യോതിഷപ്രകാരം ജാതകത്തിലെ ചില ഗ്രഹസ്ഥാനങ്ങൾ കാരണവും പിതൃദോഷം ഉണ്ടാകും. പിതൃദോഷ പരിഹാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. മുടങ്ങാതെ ബലിതർപ്പണം ചെയ്യണം. പൂർവികൻ മരിച്ച അതേ ദിവസം എല്ലാ വർഷവും ശ്രാദ്ധം നടത്തണം. പൗർണമിക്കോ അമാവാസിക്കോ ഭക്ഷണം, വസ്ത്രം എന്നിവ ദാനം ചെയ്യണം. പശുവിനെ ദാനം ചെയ്യുന്നതും നെയ്യിൽ മുക്കി കർപ്പൂരം കത്തിക്കുന്നതും പിതൃദോഷ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. താമസിക്കുന്ന ഭൂമിയുടെ തെക്കുഭാഗവും വീടിന്റെ തെക്കു പടിഞ്ഞാറ് മുറിയും മറ്റു ഭാഗങ്ങളെക്കാൾ എപ്പോഴും വൃത്തിയായി നോക്കണം. ഇടയ്ക്കിടയ്ക്ക് കുടുംബ ക്ഷേത്ര ദർശനവും യഥാശക്തി വഴിപാടുകളും നടത്താൻ മറക്കരുത്. ദോഷമുണ്ടെന്ന് തോന്നിയാൽ ദോഷകാഠിന്യമറിയാനും ആയത് അനുസരിച്ച് പരിഹാരം ചെയ്യുന്നതിനും ഒരു ജ്യോത്സ്യനെ നേരിട്ട് കണ്ട് നോക്കിക്കുന്നതാണ് ഏറ്റവും നല്ലത്.